MS-ൻ്റെ കുറിപ്പുകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ കുറിപ്പ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്നതാണ് പേര്. ഈ പോസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക്, ഒരു കമൻറ്റ് എന്നിവ തരണം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അത് ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണം. അങ്ങനെയാണ് ഈ ചാനൽ വളരുകയുള്ളൂ. മെയ് 4 റിസൾട്ട് വന്നപ്പോൾ ജനങ്ങൾ UDFന് ആണ് ഭൂരിപക്ഷം നൽകിയത്. 140-ൽ 102 സീറ്റുകൾ ജനങ്ങൾ അവർക്ക് നൽകി. പക്ഷേ UDF ജനങ്ങൾ നൽകിയ ഈ വലിയ ഭൂരിപക്ഷത്തിൽ അവരുടെ കണ്ണ് മഞ്ഞളിച്ചു പോയി, കണ്ണ് കാണാതായി. പിന്നെയുള്ള അവരുടെ ചെയ്തികൾ അങ്ങനെയാണ് പറയുന്നത്. 4-ാം തീയതി ജനം അവരെ ഭരണം ഏൽപ്പിച്ചെങ്കിലും ഒരു മുഖ്യമന്ത്രിയെ കണ്ടുപിടിക്കാൻ അവർക്കായിട്ടില്ല. ഇത് എഴുതുന്നത് 12-ാം തീയതിയാണ്. ഇന്ന് പോലും ഒരു മുഖ്യമന്ത്രിയെ കണ്ടുപിടിക്കാൻ അവർക്ക് ആയില്ല. ലോ കമാൻഡും ഹൈക്കമാൻഡും ഒക്കെ നിരവധി പ്രാവശ്യം യോഗം ചേർന്നെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇതുവരെ എത്തിയിട്ടില്ല. അവരുടെ സീനിയർ നേതാവ് ആയ T. സിദ്ദിഖ് MLA പറയുന്നത് ഇതാണ് പോലും ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമെന്ന്. ഇന്ത്യയിൽ കോൺഗ്രസിനകത്തൊരു ജനാധിപത്യത്തിൻ്റെ ഉത്സവം നടക്കുകയാണ്. ആ ഉത്സവത്തിൽ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് മുഴുവൻ ആളുകളും പങ്കാളിയാവുന്നത്. ഈ ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തിൽ അതായത് ഈ പ്രശ്നങ്ങളൊക്കെയാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്താണ് കോൺഗ്രസ്സിലെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ? കോൺഗ്രസ്സിലെ മൂത്ത നേതാക്കൾ മുതൽ ഒന്നുമില്ലാത്ത അണികൾ വരെ ചേരിതിരിഞ്ഞ് പിരിവിൽ തല്ലുമ്പോൾ ആണോ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം പൂത്തുവിടരുന്നത്? കോടികൾ ചെലവഴിച്ച് ബോർഡുകൾ നാടിൻ്റെ ഓരോ മൂലയിലും വീതം, ഗ്രൂപ്പ് വീതം ഉയർത്തിയാൽ ആണോ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം പൂത്തലിയുന്നത്? ഉയർത്തിയ ബോർഡുകളിൽ കരിവോയിൽ ഒഴിച്ച് നാശമാക്കുകയാണോ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം? ഫ്ലക്സിൻ്റെയും കരിയോയിലിൻ്റെ പേരിൽ അടി ഉണ്ടാക്കുന്നതാണോ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം? ജയിപ്പിച്ച ജനങ്ങളെ പൊട്ടന്മാരാക്കി ഡൽഹിയിലും കേരളത്തിലും ഗ്രൂപ്പ് യോഗം ചേരുന്നതാണോ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം? ഈ ചോദ്യങ്ങൾക്ക് ബഹുമാനപ്പെട്ട T. സിദ്ദിഖോ മറ്റേതെങ്കിലും നേതാക്കന്മാരോ ഉത്തരം പറയണമെന്ന് ജനങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും നമസ്കാരം.